ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൂവി മിങ്കിൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പയ്യൻ്റെയും ഡ്രാഗൻ്റെയും കഥയാണ്. ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ ആളുകൾ ഡ്രാഗനെതിരെ പോരാടുന്നു. അതിനിടയിൽ ഒരു പയ്യൻ ഡ്രാഗനെ ഫ്രണ്ടാക്കാൻ നോക്കിയാലോ? പറഞ്ഞു വരുന്നത് 2025 ഇറങ്ങിയ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന മൂവിയാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു മനോഹരമായ ഗ്രാമം. പെട്ടെന്ന് ഒരു വലിയ ജീവി ഒരു ആടിനെ മോഷ്ടിച്ചോണ്ട് പോകാൻ നോക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹീറോ, പേര് ഹിക്കം. ഗ്രാമത്തിലുള്ളവരൊക്കെ ഡ്രാഗൺസിനെ വേട്ടയാടുന്നവരാണ്. ഡ്രാഗൺസിന്റെ കൂട്ടത്തിൽ എല്ലാവരുടെയും പേടി സ്വപ്നമാണ് നൈറ്റ് ഫ്യൂരി. ഹീറോന്റെ അച്ഛനാണ് ഈ ഗ്രാമത്തിലെ നേതാവ്. ആരും ഇതുവരെ നൈറ്റ് ഫ്യൂരിനെ കൊന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആദ്യം അവനെ കൊല്ലും എന്നും പറഞ്ഞ് അവന്റെ വെപ്പണെടുത്ത് പുറത്തിറങ്ങി. വരുന്നു നൈറ്റ് ഫ്യൂരി. ഒന്നും നോക്കിയില്ല, അതിനിട്ടൊരൊറ്റ ഷൂട്ട്. കൃത്യം അതിനിട്ട് കൊള്ളുകയും ചെയ്തു. അപ്പോഴേക്കും അവന്റെ പുറകിൽ ഒരു ഡ്രാഗൻ ഉണ്ടായിരുന്നു. ആ ഡ്രാഗൻ അവനെ വിടാതെ ഫോളോ ചെയ്യുകയാണ്. പക്ഷെ അവന്റെ അച്ഛൻ ഉണ്ടായത് കൊണ്ട് മാത്രം ഹീറോ രക്ഷപ്പെട്ടു. ഞാൻ നൈറ്റ് ഫ്യൂരിനെ കൊന്നു വച്ച. ആരും ഇതുവരെ നൈറ്റ് ഫ്യൂരിനെ പറ്റി അതൊക്കെ കണ്ടിട്ട് പോലുമില്ല, പിന്നെ നീ എങ്ങനെ അതിനെ കൊന്നു? അവൻ പറയുന്നത് ആരും കേട്ടില്ല. പിന്നീട് കാണിക്കുന്നത് ഡ്രാഗൺസിന്റെ കൂട് കണ്ടുപിടിച്ച് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അച്ഛനെയും നാട്ടുകാരെയുമാണ്. ഈ അമ്മൂമ്മയ്ക്ക് കുറച്ച് പവേഴ്സ് ഒക്കെ ഉണ്ട്. ആള് കുറച്ച് എല്ലെടുത്ത് ഈ സ്ഥലത്താണ് ഡ്രാഗൻ എന്ന് പറയുന്നത്. എല്ലാവരും അവിടെ പോകാൻ തീരുമാനിക്കും. ഹീറോ ഇന്നലെ രാത്രി താൻ വേട്ടയാടിയ ഡ്രാഗനെയും അന്വേഷിച്ച് കാട്ടിലേക്ക് പോവാണ്. പെട്ടെന്ന് ഒരു വലിയ കുഴി കിടക്കുന്ന നൈറ്റ് ഫ്യൂരി. ഒന്നും നോക്കിയില്ല, ഒരു പേനാകത്തി എടുത്ത് അതിനെ കൊല്ലാൻ വേണ്ടി പോവാണ്. പക്ഷേ അതിന്റെ മുഖം കണ്ടപ്പോൾ അവന് കൊല്ലാനൊന്നും തോന്നിയില്ല. അവന് വേഗം അതിന്റെ കെട്ടൊക്കെ അയച്ചു കൊടുത്തു. പെട്ടെന്ന് ചെറുതായി ഒന്ന് പേടിപ്പിച്ചു വിട്ടു. പിന്നീട് അവന്റെ വീട്ടിൽ വന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛ. അതിന്റെ മുന്നേ എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്ക് ഡ്രാഗൺസിനോട് ഫൈറ്റ് ചെയ്യണ്ട. നീ ഡ്രാഗൺസിനോട് ഫൈറ്റ് ചെയ്യണമെന്ന് അച്ഛനും പറയുന്നു. നീ നിന്റെ ആഗ്രഹം നിറവേറ്റണം. എനിക്കിപ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. പക്ഷേ അച്ഛന് വിടുന്ന മട്ടില്ല. ഞാൻ തിരിച്ചു വരുന്നതിന് മുന്നേ നീ ഇതുകൊണ്ട് നന്നായിട്ട് ട്രെയിൻ ചെയ്യണമെന്നും പറഞ്ഞ് ഒരു മഴ അവന്റെ കയ്യിൽ കൊടുക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഡ്രാഗൺസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. കൂട്ടത്തിൽ ആരാണോ ഡ്രാഗൺസിനെ നന്നായി കൺട്രോൾ ചെയ്യുന്നത് അവരാകും അടുത്ത നേതാവ്. നമ്മുടെ ഹീറോയും ഉണ്ട് കൂട്ടത്തിൽ. ഇത് വളരെ അപകടമാണ്, എല്ലാവരും തയ്യാറായിക്കോ എന്നും പറഞ്ഞ് ക്യാപ്റ്റൻ ആ ഡ്രാഗന്റെ കൂടങ്ങ് തുറന്നു. എല്ലാവരും ഷീൽഡ് എടുക്കൂ. ക്യാപ്റ്റൻ പറഞ്ഞതും എല്ലാവരും ഷീൽഡ് എടുക്കാൻ വേണ്ടി ഓടുകയാണ്. ഡ്രാഗൻ ആണെങ്കിൽ കുറെ കല്ല് തിന്ന് തീ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഹീറോക്ക് ഭയങ്കര പേടിയാണ്. അവൻ ഡ്രാഗനെ കാണാതെ ഒളിച്ചിരിക്കുകയാണ്. ഇവളാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ, പേര് ആസ്ട്രിഡ്. ഹീറോയിൻ മറ്റുള്ളവരെ പോലെയല്ല, അവൾക്ക് ഇച്ചിരി ധൈര്യമൊക്കെയുണ്ട്. ഹീറോക്ക് മേലെ ഡ്രാഗൻ തീയൂതാൻ ശ്രമിച്ചതും ക്യാപ്റ്റൻ അതിനെ പിടിച്ച് കൂട്ടിലടച്ചു. ഇന്നത്തെ ഗെയിമിൽ ആരും ജയിച്ചിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് ഹീറോ കാട്ടിലേക്ക് പോകുന്നതാണ്. അവൻ ട്രാപ്പിലാക്കിയ ആ ഡ്രാഗനെ കാണാൻ വേണ്ടി. ആൾക്കിപ്പോൾ പറക്കാനൊന്നും വയ്യ. അവന്റെ ചിറകിന്റെ ഒരു ഭാഗം മുറിഞ്ഞു പോയിട്ടുണ്ട്. ഹീറോ അവന്റെ ചിത്രം തന്റെ ഡയറിയിലേക്ക് വരക്കുന്നു. രാത്രി ഇവരെല്ലാം ഒത്തുകൂടുമ്പോൾ ക്യാപ്റ്റൻ എല്ലാ ഡ്രാഗൺസിന്റെയും ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ബുക്ക് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നൈറ്റ് ഫ്യൂരിയുടെ ഫോട്ടോ മാത്രം അതിലില്ല. ഹീറോ അവൻ വരച്ച ചിത്രം അതിലേക്ക് വെച്ച് നോക്കുന്നു. ആരും ഈ ഡ്രാഗൺസുമായിട്ട് അടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ അടുത്ത മത്സരം നടക്കുകയാണ്. ക്യാപ്റ്റനോട് ഹീറോ നൈറ്റ് ഫ്യൂരിനെ പറ്റി ചോദിക്കുന്നൊക്കെയുണ്ട്, പക്ഷെ ആളൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഹീറോയിന്റെ പിന്നാലെയാണ് ഡ്രാഗൻ. ഹീറോയുടെ മഴ പിടിച്ചു വാങ്ങി ആ ഡ്രാഗനെ പേടിപ്പിച്ച് അതിന്റെ കൂട്ടിലടച്ചു. ഇപ്രാവശ്യം പോയിന്റ് കൂടിയത് നമ്മുടെ ഹീറോയിനാണ്. പിന്നെ നമ്മുടെ ഹീറോ കുറച്ച് മീനുമായി ഡ്രാഗനെ കാണാൻ പോവാണ്. ഡ്രാഗൻ ആദ്യം അവനെ ഉപദ്രവിക്കാൻ വന്നെങ്കിലും ഹീറോ അവന്റെ കയ്യിലുള്ള ഷീൽഡും കത്തിയൊക്കെ വലിച്ചെറിഞ്ഞതോടെ ഡ്രാഗൻ ആ മീൻ തിന്നാൻ തയ്യാറായി. മീൻ ഡ്രാഗൻ തിന്നു. നല്ല സ്നേഹമുള്ള ഡ്രാഗൻ. മീൻതല അവൻ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഹീറോ അതിനെ ഫ്രണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത്ര പെട്ടെന്നൊന്നും അത് ഫ്രണ്ടാവുന്നില്ല. ഹീറോ ഒരു കമ്പെടുത്ത് ഡ്രാഗന്റെ ചിത്രം വരക്കണം. അത് കണ്ടത് ഡ്രാഗന് ചിത്രം വരച്ചാൽ മാത്രം പോരാ, അതിലാരും ചവിട്ടാനും പാടില്ല. അങ്ങനെ അവർ ഫ്രണ്ട്സ് ആകുന്നു. ഹീറോ ഡ്രാഗന് പുതിയ പേരൊക്കെ ഇട്ടിട്ടുണ്ട്, ടൂത്ത്ലെസ്. ഇന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരം നോക്കി അവൻ ഉണ്ടാക്കിയ പുതിയ ചിറക് ടൂത്ത്ലെസിന്റെ വാലിൽ കെട്ടുന്നു. പുതിയ വാല് കിട്ടിയതും ഡ്രാഗൻ ഹീറോനെയും കൊണ്ട് പറക്കാൻ തുടങ്ങി.
ഇവിടെ അടുത്ത മത്സരം തുടങ്ങുകയാണ്. ഇപ്രാവശ്യം ഹീറോ അതിനെ കൂട്ടിലാക്കി. ഈ പൊട്ടനങ്ങനെ ഇത്ര പെട്ടെന്ന് അതിനെ കൂട്ടിലാക്കി എന്ന് ഫ്രണ്ട്സൊക്കെ നോക്കുമ്പോൾ അവരോടൊന്നും പറയാതെ നാളെ കാണാമെന്നും പറഞ്ഞ് ഡ്രാഗന്റെ അടുത്തേക്ക് ഹീറോ പോവുകയാണ്. എന്നിട്ട് ഡ്രാഗനെ പറത്താനൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് അവന് മനസ്സിലായത് ഈ മലഞ്ചെരിവിലൊക്കെ കാണുന്ന പൂ ഡ്രാഗൻസിന് അലർജിയാണ്. അടുത്ത മത്സരത്തിൽ കുറെ പൂവെടുത്ത് ഡ്രാഗന്റെ മുഖത്ത് ഇട്ടു കൊടുത്തു. ഡ്രാഗന് പിന്നെ തുമ്മലോട് തുമ്മൽ. അങ്ങനെ ആ മത്സരത്തിലും ഹീറോ ജയിച്ചു. സത്യം പറയും, ഈ ട്രിക്സ് ഒക്കെ നിനക്ക് എവിടെന്നാ കിട്ടിയത് എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ അവനെ വരട്ടാണ്. പിന്നെയും ഡ്രാഗന്റെ അടുത്ത് വന്ന് അതിനെ സ്നേഹത്തോടെ ഇക്ലിയാക്കിയതാണ്. പക്ഷെ ഇതേ കിടക്കുന്ന നിലത്ത്. അപ്പോ ഇക്ലിയാക്കുന്നതും ഡ്രാഗന്റെ വീക്ക്നെസ് ആണ്. അങ്ങനെ അടുത്ത മത്സരത്തിലും ഹീറോ തന്നെ വിൻ ചെയ്തു. ഇപ്പോ ഹീറോക്ക് കുറെ ഫാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഹീറോയിന് ഇത് തീരെ പിടിക്കുന്നില്ല. അങ്ങനെ ഡ്രാഗന്റെ അടുത്ത് നിന്ന് കുറെ ട്രിക്സ് പഠിച്ച് എല്ലാ ഗെയിംസിലും ഹീറോ തന്നെ ജയിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹീറോന്റെ അച്ഛനെയും നാട്ടുകാരെയുമാണ്. ഡ്രാഗന്റെ കൂടെ തപ്പിപ്പോയിട്ട് കൂടൊന്നും കണ്ടെത്താനാകാതെ തിരിച്ചു വന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻ തലവനോട് എല്ലാം പറയുന്നു. നിങ്ങളുടെ മോനാണ് ഇപ്പൊ എല്ലാ മത്സരത്തിലും ജയിക്കുന്നത്. പക്ഷെ അത് തലവന് വിശ്വസിക്കാനേ പറ്റിയില്ല. മര്യാദക്ക് ഒരു മഴ പോലും പിടിക്കാൻ കഴിയാത്ത ചെറുക്കനാ. ഇവിടെ ആണെങ്കിൽ പയ്യൻ ഡ്രാഗന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറക്ക് ഇങ്ങനെ പറക്ക് എന്നൊക്കെ പറഞ്ഞു. വീട്ടിലെത്തുമ്പോൾ അച്ഛൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഇവനാണെങ്കിൽ ഒന്നും പറയാതെ ഇളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ നല്ലൊരു ഡ്രാഗൺ വേട്ടക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് സന്തോഷമായി മോനെ. അപ്പോഴാണ് അവന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. അച്ഛൻ പുതിയ തൊപ്പിയൊക്കെ സമ്മാനിക്കുന്നുണ്ട്. അടുത്ത മത്സരം തുടങ്ങുകയാണ്. ഇത് കാണാൻ അവന്റെ അച്ഛനൊക്കെ ഉണ്ട്. ഈ ഹീറോയിനും മാത്രമേ ഇതിൽ മത്സരിക്കുന്നുള്ളൂ. നീ കൂടുതൽ ട്രിക്സ് ഒന്നും എടുക്കണ്ട, ഇതിൽ ഞാൻ തന്നെ ജയിക്കും എന്ന് ഹീറോയിൻ പറയുന്നു. ശരി ശരി, നീ തന്നെ ജയിച്ചോ. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും ഹീറോ തന്നെ ജയിച്ചു. ഹീറോയിന് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ മത്സരം അവസാനിച്ചതോടുകൂടി ഡ്രാഗനെ പോരാടാൻ ഏറ്റവും കഴിവുള്ളത് ഹീറോക്കാണെന്ന് മനസ്സിലാവുന്നു. പതിവ് പോലെ മത്സരം അവസാനിച്ചതോടെ ഡ്രാഗനെ കാണാൻ വേണ്ടി ഹീറോ പിന്നെയും കാട്ടിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ നമ്മുടെ ഹീറോയിനും കൂടെ ഉണ്ടായിരുന്നു. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഹീറോ ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചതിന് ആൻസർ പറയും. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നിനക്ക് ഇവിടെ നിന്ന് എത്രയും ട്രെയിനിങ്സ് ഒക്കെ കിട്ടിയത്? എത്രയൊക്കെ ഒളിപ്പിക്കാൻ നോക്കിയെങ്കിലും ഹീറോയിൻ ടൂത്ത്ലെസ്സിനെ കൈയോടെ പിടിക്കുന്നു. ടൂത്ത്ലെസ് അവളെ ഒന്നും ചെയ്യല്ലേ, അവൾ എൻ്റെ ഫ്രണ്ട് മാത്രമാണ്. ആസ്ട്രിഡ് ഇതാണ് ടൂത്ത്ലെസ് ഇതാണ് ആസ്ട്രിഡ്. അങ്ങനെ അവരെ തമ്മിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതൊന്നും വിശ്വസിക്കാനാവാതെ ആസ്ട്രിഡ് എല്ലാവരോടും പറയാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് ഓടാണ്. പക്ഷെ നമ്മുടെ ടൂത്ത്ലെസ് വിടും. അവളെ പൊക്കിയ ഒരൊറ്റ പറക്കല്. ആ പറക്കലിൽ അവൾക്ക് മനസ്സിലായി ഡ്രാഗൺസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര കുഴപ്പക്കാരല്ല. അവള് ടൂത്ത്ലെസ്സിനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഇവരങ്ങനെ ഡ്രാഗൺസിന്റെ കൂട് വരെ കണ്ടെത്തുന്നുണ്ട്. ആ കൂട്ടിലാണെങ്കിൽ ഒരു വലിയ ഡ്രാഗൺ ഉണ്ട്. ആ ഡ്രാഗന് വേണ്ടിയാണ് ഇവർ ഇത്രയും കാലം വില്ലേജിൽ നിന്ന് ഫുഡ് അടിച്ചു മാറ്റിയത്. ഡ്രാഗന് വേണ്ടത്ര ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഈ ചെറിയ ഡ്രാഗനുകളൊക്കെ അത് തിന്നു. ഇനി അവസാന മത്സരമാണ്. ഇതുവരെ എല്ലാ മത്സരവും ജയിച്ച ഹീറോയും ഒരു വലിയ ഡ്രാഗണും തമ്മിലാണ് മത്സരം. ഹീറോ അതിനോട് പോരാടാതെ അതിനെ ഇണക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ഇത് അവന്റെ അച്ഛന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ മത്സരം നിർത്താൻ വേണ്ടി അദ്ദേഹം പറയുന്നു, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഈ ഡ്രാഗൺസ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മൾ അതിനെ കൊല്ലരുത്. ഇതുണ്ടോ? അച്ഛൻ വലുതും കേൾക്കുന്നു. ഇതൊന്ന് നിർത്ത് എന്ന ശബ്ദത്തിൽ അച്ഛൻ പറഞ്ഞതും ആ ഡ്രാഗൻ അവിടെ ആകെ തീയുതാൻ തുടങ്ങി. ഹീറോ ആ ഡ്രാഗനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു. ഹീറോ രക്ഷിക്കാൻ വേണ്ടി നൈറ്റ് ഫ്യൂരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 2 ഡ്രാഗൺസും കൂടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. നൈറ്റ് ഫ്യൂരിനെ കണ്ടതോടെ എല്ലാവരും അതിന്റെ അടുത്തേക്ക് അതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി വരികയാണ്. അച്ഛൻ അവനോട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. ഇതാണോ നിന്റെ ട്രിക്ക്? പ്ലീസ് അച്ഛാ, ടൂത്ത്ലെസ്സിനെ വെറുതെ വിട്. ഇതൊന്നും അവന്റെ തെറ്റല്ല, ഇതൊക്കെ എന്റെ തെറ്റാണ്. നീ ആ ഡ്രാഗനെ ഓർത്തിട്ടാണോ പേടിക്കുന്നത്? ആ ഡ്രാഗൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അച്ഛാ.
ഡ്രാഗൺ ഫുഡ് മോഷ്ടിക്കുന്നത് ആ ദ്വീപിലുള്ള ആ വലിയ ഡ്രാഗന് വേണ്ടി മാത്രമാണ്. എന്ത് ദ്വീപോ? ഈ ദ്വീപാണല്ലോ അച്ഛൻ കുറെ നാളായി തെരഞ്ഞു നടക്കുന്നത്. അവനാണെങ്കിൽ അതറിയാതെ പറയുകയും ചെയ്തു, പ്ലീസ് അച്ഛ, അവരൊന്നും ചെയ്യില്ലേ, നീ എന്നെ അച്ഛനെ വിളിക്കണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആ ദ്വീപ് കണ്ടെത്താൻ വേണ്ടി പോകുന്നു. നൈറ്റ് ഫ്യൂരിനെയും കൊണ്ടാണ് പോകുന്നത്. ഇവരങ്ങനെ ആ ഡ്രാഗൻസ് ഉള്ള ആ ദ്വീപ് കണ്ടെത്തുന്നൊക്കെയുണ്ട്. ഹീറോയും ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്ന മറ്റു ഡ്രാഗൻസിനൊക്കെ ഇണക്കി ആ ദ്വീപിലേക്ക് പോവുകയാണ്. അവിടെ അച്ഛനും നാട്ടുകാരൊക്കെ കൂടി ഡ്രാഗൻസിനെ കൂട് തകർക്കാൻ നോക്കുകയാണ്. സ്വന്തം കൂട് തകർത്ത ഡ്രാഗൻ വെറുതെ നിൽക്കും. അതിനുള്ളിൽ ആ ഭീമനായ ഡ്രാഗൻ അവിടെ ആകെ തീ തുപ്പാൻ തുടങ്ങി. അവരെന്ത് ചെയ്തിട്ടും ആ ഡ്രാഗനെ കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന്റെയും ഫ്രണ്ട്സിന്റെയും എൻട്രി. ഇവരെല്ലാം കൂടി ആ ഡ്രാഗന്റെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ തുടങ്ങി. ഹീറോ ആണെങ്കിൽ തൂത്തലസിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ്. ആ ഭീമൻ ഡ്രാഗന്റെ കാൽ തട്ടി തൂത്തലസ് വെള്ളത്തിൽ വീണു. ഹീറോ തൂത്തലസിനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. അവനെയും കരയിലേക്ക് വലിച്ചു കയറ്റി അച്ഛൻ തന്നെ തൂത്തലസിനെ രക്ഷിക്കേണ്ടി വന്നു. ഹീറോയും തൂത്തലസും കൂടി ആ വലിയ ഡ്രാഗനെ പോരാടാൻ വേണ്ടി നിൽക്കാണ്. അച്ഛൻ അവനോട്, ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു, നീ ചെയ്തത് തന്നെയാണ് ശരി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ ഒരു ടീമായി ആ ഡ്രാഗനെ കൊല്ലാൻ നോക്കുകയാണ്. ഹീറോയിന്റെ കൂടെയുള്ള ഡ്രാഗന്റെ വാല് ആ ഭീമൻ ഡ്രാഗൻ കടിച്ചപ്പോ അവൾ അതിന്റെ വായി ചെന്നാണ് പല്ല് മുറിക്കാൻ നോക്കുന്നത്. അതിന്റെ ഇടയിൽ അവൾ വീഴാൻ പോയപ്പോ ഹീറോയാണ് അവളെ രക്ഷിക്കുന്നത്. നൈറ്റ് ഫ്യൂരി അവന്റെ പവർ ഉപയോഗിച്ച് ആ വലിയ ഡ്രാഗന്റെ ചിറകൊക്കെ ഓട്ടയാക്കി വിടുന്നുണ്ട്. ഡ്രാഗൻസ് തമ്മിലുള്ള ഫൈറ്റിൽ ആ വലിയ ഡ്രാഗൻ ചത്തു. പക്ഷേ ആ അപകടത്തിൽ ഹീറോ മരിച്ചു. ആ വിഷമത്തിൽ എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നൈറ്റ് ഫ്യൂരി അവൻ ചിറകിനിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഹീറോയെ കാണിക്കുന്നു. ഭാഗ്യം, അവൻ മരിച്ചിട്ടില്ല. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ അവൻ വീട്ടിലാണ്. അവന്റെ ഒരു കാലൊക്കെ ഈ അപകടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ പതുക്കെ പുറത്തിറങ്ങുന്നു. അവിടെ അവൻ കാണുന്ന കാഴ്ചയോ, എല്ലാവരും ഓരോ ഡ്രാഗൻസിനെ അവരുടെ പെറ്റായി വളർത്തുന്നു. ഈ ഒരു സീനും കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സോ ഗായ്സ്, നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു മൂവിയായി കാണാം.